നമസ്കാരം, വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് കുമാർ. ഇന്നിവിടെ പറയാൻ പോകുന്ന നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. ഈ 2025 ഈ നാളുകാർക്ക് സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ്. എന്ന് വെച്ചാൽ നല്ല സമയം തന്നെയാണ്. അപ്പോൾ ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നല്ല രീതിയിൽ തൊഴിലിലൊക്കെ നല്ല രീതിയിൽ മാറ്റങ്ങൾ കാണുന്നുണ്ട്. അതേണ കുടുംബ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് ഒത്തൊരുമിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുന്നൊരു മാസമാണ് ജനുവരി ഫെബ്രുവരി. പിന്നെ ഓഹരി ഇടപാടുകളിലൊക്കെ ഇച്ചിരി നഷ്ടങ്ങളൊക്കെ സംഭവിക്കാൻ ഇടയുണ്ട്. ഉദ്യോഗത്തിലെല്ലാം സ്ഥാനക്കയറ്റം ഉണ്ടാകുവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേ കണക്ക് ബന്ധുമിത്രാദികളൊക്കെ മനസ്സിന് ഇഷ്ടപ്പെടാത്ത രീതിയിലൊക്കെ പ്രവർത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി മുൻകോപങ്ങളൊക്കെ കുറച്ച് നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു കുടുംബ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുന്നതാണ്. വരവ് ചെലവുകൾ തുല്യമായിട്ടായിരിക്കും ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ. മാനസികവും ശാരീരികവുമായി ഉണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറുന്നതാണ് ഈ പറയുന്ന ജനുവരി ഫെബ്രുവരിയിലെല്ലാം. ദൂരയാത്ര, പിന്നെ അതേകണക്ക് തന്നെ വിദ്യാഭ്യാസത്തിന് നല്ല സമയമാണ്. വിദ്യാഭ്യാസത്തിലൊക്കെ നല്ല യോഗങ്ങൾ കാണുന്നുണ്ട്. പിന്നെ മാർച്ച് ഏപ്രിലൊക്കെ അനാവശ്യ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനിടയുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ബന്ധുമിത്രാദികൾക്കൊക്കെ അസുഖങ്ങളോ അങ്ങനെയൊക്കെ വന്ന് ചിലപ്പോൾ മനോദുഃഖങ്ങളൊക്കെ ഉണ്ടാകാവുന്നതാണ്. സ്വന്തം ചുമതലകൾ അന്യരെ ഏൽപ്പിക്കരുത് കഴിവതും. കാരണം അത് നമ്മൾ തന്നെത്താൻ തന്നെ അത് ചെയ്യുക. പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നും ധനലാഭങ്ങൾ ഉണ്ടാകുന്നതാണ്. അതുകണക്ക് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വാഹനങ്ങൾ മേടിക്കുവാനുള്ള യോഗങ്ങളുണ്ട്. വേണമെങ്കിൽ നാൽക്കാലികളൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നല്ല രീതിയിൽ പ്രതീക്ഷയിൽ കവിഞ്ഞിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. നാൽക്കാലികളൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിലൊക്കെ കുടുംബാംഗങ്ങളുമായൊക്കെ ചിലപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ വഴിയുണ്ട്. അത് ശ്രദ്ധിക്കുക, ഉണ്ടാകാവാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് കണക്ക് തന്നെ സഹപ്രവർത്തകരിൽ നിന്നൊക്കെ നല്ല രീതിയിൽ ആത്മവിശ്വാസങ്ങളെല്ലാം ഉണ്ടായി നല്ല രീതിയിൽ അവരൊക്കെ സഹായിച്ചും തിരിച്ചും അതേ കണക്കൊക്കെ നല്ല രീതിയിൽ അവരെയും സഹായിച്ചൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുവാനൊക്കെ പറ്റുന്നതാണ്. മാർച്ച് ഏപ്രിലൊക്കെ നിങ്ങൾ ബിസിനസ്സോ കാര്യങ്ങളൊക്കെ തുടങ്ങാതിരിക്കുന്നുണ്ടെങ്കിൽ ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ബിസിനസ്സൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നേട്ടം ഉണ്ടാകുന്നതാണ്. മെയ് ജൂൺ മാസങ്ങളിൽ പുതിയ വീട് പണിയുന്നതിനൊക്കെ നല്ല സമയമാണ്. വീട് പുതുക്കി പണിയുന്നതിനും ഇനി വീട് ഇല്ലാത്തവർക്ക് വീട് വയ്ക്കുവാനുള്ള യോഗങ്ങളെല്ലാം ഈ മെയ് ജൂൺ മാസം നടക്കുന്നതാണ്. നല്ല രീതിയിലുള്ള ഒരു ആത്മവിശ്വാസങ്ങളെല്ലാം കിട്ടുന്നൊരു സമയമാണ് ഈ മെയ് ജൂൺ മാസങ്ങളിലെല്ലാം. പിന്നെ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ പ്രവർത്തന രംഗങ്ങളിൽ നിങ്ങൾ ഏത് പ്രവർത്തന രംഗത്ത് തൊട്ട് കഴിഞ്ഞാലും അത് എല്ലാം നല്ല ശുഭമാകുന്നതാണ്. അത് ജോലിയുടെ കാര്യമാണെങ്കിലും എല്ലാ കാര്യങ്ങളിനകത്തും കാർഷിക രംഗത്തങ്ങളൊക്കെ നല്ല രീതിയിലുള്ള മേൽനോട്ടമാണ് കാണുന്നത്. സഹോദരങ്ങൾക്കുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ ആ സമയങ്ങളിൽ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ സഹോദരങ്ങളുമായിട്ടൊന്നും വലിയ രീതിയിൽ പിണക്കമൊന്നും വരാതെ നല്ല രീതിയിൽ ഒത്തൊരുമിച്ച് ജീവിക്കുവാനൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ യാത്രാവേളകൾ നമ്മൾ വാഹനങ്ങളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിഘ്നേശ്വര പ്രീതി വേണം, പ്രാർത്ഥിച്ചോണം. പിന്നെ അത് കണക്ക് തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ മനസ്സിനൊക്കെ ചില ടെൻഷനുകളൊക്കെ ഉണ്ടാകുവാൻ പറ്റുവാനിടയുണ്ട്. അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. എങ്കിലും ഒന്നുമില്ലെങ്കിലും ഒരു ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിന് അലട്ടിക്കൊണ്ടിരിക്കുവാൻ വഴിയുണ്ട്. പിന്നെ അതേ കണക്ക് തന്നെ ഊഹക്കച്ചവടത്തിലൊക്കെ നഷ്ടം സംഭവിക്കാൻ ഇടയുണ്ട്.
പിന്നെ അതേ കണക്ക് തന്നെ സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ നേട്ടം ഉണ്ടാകുന്നൊരു സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ. വിദേശ ജോലിക്കൊക്കെ നല്ല രീതിയിൽ യോഗം കാണുന്നുണ്ട്. പിന്നെ മുൻകോപം നിയന്ത്രിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഈ പറയുന്ന സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ. അല്ലെങ്കിൽ മുൻകോപം നിയന്ത്രിക്കുന്നത് വളരെ നല്ലതാണ് ഈ നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ നവംബർ ഡിസംബർ മാസങ്ങളിൽ നിങ്ങൾക്ക് പുണ്യസ്ഥലങ്ങളിലെല്ലാത്തിനും പോകാനും അത് സന്ദർശിക്കുവാനൊക്കെയുള്ള നല്ല സമയമാണ്. കാരണം ഈശ്വരാനുഗ്രഹം ഏറ്റവും കൂടുതലുണ്ടാകുന്നൊരു സമയമായിരിക്കും നിങ്ങൾക്ക് നവംബർ ഡിസംബർ മാസങ്ങളിൽ. അതാണെങ്കിൽ പൊതുരംഗത്തൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ നല്ല ഒരു നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള സ്ഥാനങ്ങളൊക്കെ സാമുദായികമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ കിട്ടുന്നൊരു സമയമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം കാണുന്നുണ്ട്. അതേ കണക്ക് മേലധികാരികളുടെ പ്രശംസ നേടുന്നതാണ്. തൊഴിൽ രംഗത്ത് തീർച്ചയായിട്ടും നല്ല ഉയർച്ചകൾ ഉണ്ടാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയുവാനുള്ളത്. ഇപ്പോൾ ഈ 2025 നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായിത്തരുന്ന ഒരു വർഷം തന്നെയാണ്. സമ്പൽ സമൃദ്ധിയും എല്ലാം ഉണ്ടാവട്ടെ. വിഘ്നേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.